നിങ്ങൾക്കറിയാവുന്ന വസ്തുതയാണ് ഈ ജാസ്മിൻ ഷായും UNAയുമായിട്ട് ബന്ധപ്പെട്ട ഇഷ്യൂ. അപ്പം ഇഷ്യൂ നേരത്തെ നിലവിലുണ്ട്. കാരണം പല ഹോസ്പിറ്റലിലും ഈ പ്രത്യേകിച്ച് ക്രിസ്ത്യൻ മാനേജ്മെൻറ്റ്, ഹിന്ദു മാനേജ്മെൻറ്റ് ഹോസ്പിറ്റലുകളിൽ ഇവരൊരു മിലിറ്റൻ്റ് രീതിയിലുള്ള യൂണിയൻ പരിപാടിയൊക്കെ നടത്തുന്ന, അടപ്പിക്കുക, തകർക്കുക. അത് പ്രത്യേക സമുദായത്തെ, അതായത് ജാസ്മിൻ ഷായുടെ സമുദായത്തെ അതിനകത്ത് അഡ്ജസ്റ്റ്മെൻറ്റുകൾ നടത്തി അതിനെ അങ്ങ് മാറ്റി നിർത്തുക. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ഏകദേശം 3ഓളം വീഡിയോ ചെയ്തു. അപ്പോൾ നിങ്ങൾക്കറിയാം, ഒരു യൂട്യൂബർ ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട്, ജാസ്മിൻ ഷായുമായി ബന്ധപ്പെട്ട് വെല്ലുവിളി നടത്തി. അതായത് ജാസ്മിൻ ഷാ സുഡാപ്പി, അതായത് മത തീവ്ര വർഗീയവാദി അല്ല എന്ന് തെളിയിക്കുകയാണെങ്കിൽ അദ്ദേഹം 1 ലക്ഷം രൂപ പാരിതോഷികം, അതായത് അദ്ദേഹം ജാസ്മിൻ ഷായ്ക്ക് വളരെ ക്രിസ്റ്റൽ ക്ലാരിറ്റി കൊടുത്തിട്ട് അദ്ദേഹം വളരെ മഹാനാണ്, അപ്പോൾ അദ്ദേഹത്തിന് ഈ അജണ്ടയൊന്നുമില്ല, അദ്ദേഹത്തിൻ്റെ അജണ്ട നേഴ്സിംഗ് കമ്മ്യൂണിറ്റിക്ക് വേണ്ടി മാത്രമാണ് എന്നൊക്കെ അദ്ദേഹം ആദ്യം ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റ് ഇട്ടു. അതിനുശേഷം അത് വീഡിയോ ചെയ്തു. അപ്പോൾ ഉറപ്പായിട്ടും അതിൻ്റെ അദ്ദേഹം പറയുന്നുണ്ട്, യൂട്യൂബർ പറയുന്നുണ്ട്, കുത്തിത്തിരിപ്പുമായിട്ടിറങ്ങി. കാരണം എന്നെയാണ് സ്പെസിഫിക് ആയിട്ട് ടാർഗറ്റ് ചെയ്തിരിക്കുന്നത്, എൻ്റെ പേര് പറഞ്ഞില്ല. അതുകൊണ്ട് ഈ യൂട്യൂബറിൻ്റെ പേരും ഞാൻ പറയുന്നില്ല. പക്ഷേ ജാസ്മിൻ ഷാ എന്നെപ്പറ്റി വീഡിയോ ചെയ്തു. അതിനകത്ത് കാര്യമായ കണ്ടൻ്റൊന്നും ഇല്ലാത്തതുകൊണ്ടും, കാരണം ഒന്നും പറയാനില്ല അവൻ, അതുകൊണ്ട് അതിന് ഞാൻ മറുപടി കൊടുക്കുന്നില്ല. പക്ഷേ ഈ യൂട്യൂബിൻ്റെ വീഡിയോയ്ക്കും ജാസ്മിൻ ഷായ്ക്കും ഞാൻ മറുപടി കൊടുക്കുകയാണ്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ജാസ്മിൻ ഷായ്ക്ക് പറയാനുള്ളത് വീഡിയോ രൂപത്തിൽ പറയുകയാണെങ്കിൽ, അതുകൊണ്ട് ഞാൻ പറയുന്നത്, ആ വെല്ലുവിളി ഞാൻ ഏറ്റെടുക്കുകയാണ്. UN എന്ന് പറയുന്ന നഴ്സുമാരുടെ സംഘടനയുടെ തലവനായിട്ടുള്ള ജാസ്മിൻ ഷായ്ക്കെതിരെ വളരെ ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണമാണ് രാജ്യത്തെ തന്നെ സീനിയർ ആയിട്ടുള്ള ജേർണലിസ്റ്റായ മാത്യു സാമുൽ സാർ ഉന്നയിച്ചിരിക്കുന്നത്. അദ്ദേഹം പറയുന്നത്, കേരളത്തിലെ ഹിന്ദു ക്രിസ്ത്യൻ മാനേജ്മെൻറ്റുകളുടെ കീഴിലുള്ള ഹോസ്പിറ്റലുകൾ തകർക്കാനായിട്ട് സുഡാപ്പി ഭീകരവാദ സംവിധാനങ്ങളുമായി ചേർന്ന് നിന്നുകൊണ്ട് ഈ പറയുന്ന ജാസ്മിൻ ഷാ നിരന്തരമായിട്ട് ശ്രമിക്കുന്നു. ജാസ്മിൻ ഷാ ഒരു സുഡാപ്പിയാണ് എന്നുള്ള രീതിയിൽ തന്നെ അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ ഈ ജാസ്മിൻ ഷായ്ക്കെതിരെ ഇങ്ങനെ ഒരു ആരോപണം ഈ മാത്യു സാമുൽ സാർ പറയുമ്പോൾ, കേരളത്തിലുള്ള ഒരു യൂട്യൂബർ ജാസ്മിൻ ഷായെ വെള്ളപൂച്ചാൻ വേണ്ടി വീഡിയോകൾ ചെയ്യുന്നു എന്നുള്ള ഒരു സംഭവം കൂടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആരാണ് ഈ യൂട്യൂബർ എന്ന് നോക്കിക്കഴിഞ്ഞാൽ, മറുനാടൻ മലയാളിയിലെ സാജൻ സ്കറിയാണ് ഈ നമ്മുടെ ഈ പറയുന്ന ജാസ്മിൻ ഷായെ വെള്ളപൂശിക്കൊണ്ട് വീഡിയോകൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ മറുനാടൻ മലയാളിയിലെ സാജൻ സ്കറിയെ പറയുന്നത്, ഈ ജാസ്മിൻ ഷായെ ഏകദേശം നിരവധി വർഷങ്ങളായിട്ട് അറിയാം, ഈ UNA സ്ഥാപിച്ച സമയം മുതൽക്കേ അറിയാം. അപ്പോൾ ഈ UNA സ്ഥാപിച്ച സമയം മുതൽക്ക് അറിയുന്ന ആൾ ഇതുപോലെ ഒരു വ്യക്തിയാണെന്നുള്ളത് തനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇത് വെറും കള്ളപ്രചരണമാണെന്നും ഈ ജാസ്മിൻ ഷാ സുഡാപ്പിയാണെങ്കിൽ 1 ലക്ഷം രൂപ ഈ വാദം ഉന്നയിച്ച ആൾക്ക് നൽകാമെന്നുള്ള രീതിയിലൊക്കെ അദ്ദേഹത്തിൻ്റെ ചാനലിൽ, ഈ മറുനാടൻ മലയാളിയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്കൊന്ന് ഇതുമായി ബന്ധപ്പെട്ട് ഒരു പരിശോധന നടത്തി കഴിഞ്ഞാൽ, 2011 ഈ UNA എന്ന് പറയുന്ന ഈ സംവിധാനം സ്ഥാപിച്ചത്. 2011 മുതൽ ഈ ജാസ്മിൻ ഷായുമായിട്ട് നല്ല ബന്ധമുണ്ടെന്നും സാജൻ സ്കറിയ പറയുന്നുണ്ട്. നമ്മൾ ഈ ഗൂഗിളിൽ ജാസ്മിൻ ഷായ്ക്കെതിരെയുള്ള അഴിമതി ആരോപണം എന്ന് പറഞ്ഞുകൊണ്ടൊന്ന് അടിച്ചു നോക്കിക്കഴിഞ്ഞാൽ അതിൽ കുറേ വിഷയങ്ങൾ വരുന്നുണ്ട്. ഇതിൽ മറുനാടൻ TV എന്ന് പറയുന്ന ഈ മറുനാടൻ മലയാളിക്കൊപ്പമുള്ള ഈ ചാനലിൽ, അല്ലെങ്കിൽ ഈ സാജൻ സ്കറിയുടെ തന്നെ മറ്റൊരു ചാനലായിട്ടുള്ള മറുനാടൻ TVയിൽ ജാസ്മിൻ ഷായ്ക്കെതിരെ വലിയ രീതിയിലുള്ള ഗുരുതരമായിട്ടുള്ള ആരോപണം ഉന്നയിച്ചുകൊണ്ട് 2019 മാർച്ച് 16 ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾക്ക് ഈ ജാസ്മിൻ ഷായ്ക്കെതിരെ ആദ്യ കാലഘട്ടങ്ങൾ മുതൽക്ക് നടന്നിട്ടുള്ള ആരോപണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് ബോധ്യപ്പെടും. ഈ ജാസ്മിൻ ഷായ്ക്കെതിരെ അദ്ദേഹത്തിൻ്റെ കൂടെ പ്രവർത്തിക്കുന്ന ആളുകൾ തന്നെ പറയുന്നു, ഈ UNA എന്ന് പറയുന്ന സംവിധാനത്തിലെ ഈ സംഘടനയുടെ പണം ഉപയോഗിച്ചുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നു. ഭാര്യയുടെ പേരിൽ കാർ വാങ്ങിക്കുന്നു, അതിനുള്ള പണം ഈ UNAയിൽ നിന്ന് എടുത്ത് അടക്കുന്നു, അതോടൊപ്പം തന്നെ കണക്ക് കൃത്യമായിട്ട് കാണിക്കുന്നില്ല. അങ്ങനെ ഒരുപാട് ആരോപണങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം പറയുന്നതോടൊപ്പം തന്നെ പ്രളയത്തിൻ്റെ ഫണ്ട്, മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് നൽകേണ്ട സാമ്പത്തികം കളക്ട് ചെയ്തിട്ട് അതുപോലും കൊടുക്കാതിരിക്കുന്ന തരത്തിലേക്കുള്ള നിലപാടുകൾ ഈ പറയുന്ന ജാസ്മിൻ ഷായുടെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ടെന്ന് അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള പ്രവർത്തകർ ആരോപിക്കുന്നു എന്നുള്ള രീതിയിലേക്കുള്ള ഒരു വീഡിയോ ഇതേ തന്നെ മറുനാടനിൽ വന്നിട്ട് കൂടിയുണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക, ഈ 2011 മുതൽക്കേ ബന്ധങ്ങളുണ്ടെന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും ഈ വിഷയങ്ങൾക്ക് ശേഷം, അല്ലെങ്കിൽ കുറച്ച് നാളുകളായിട്ട് ഇവർക്ക് മറ്റെന്തെങ്കിലും തരത്തിലുള്ള ബന്ധമുണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ സംശയിക്കുന്ന രീതിയിലാണ് ഈ പറയുന്ന വീഡിയോ കൂടി കണ്ട സമയത്ത് എനിക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നത്. നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ലോകമെമ്പാടും തന്നെ
വലിയ രീതിയിൽ തന്നെ ജിഹാദി ഭീകരവാദികൾ അവരുടേതായിട്ടുള്ള സംവിധാനങ്ങൾ ഉയർത്തിക്കൊണ്ടുവരാൻ മറ്റുള്ള മത സ്ഥാപനങ്ങളെല്ലാം തകർത്ത് തരിപ്പണമാക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അവർക്ക് ഉയർന്നു വരുന്നതിനായിട്ട് അവരെന്തെല്ലാം രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യുമോ അതെല്ലാം ചെയ്യുമെന്നുള്ളതിൽ തർക്കമില്ല. അതുപോലെ കേരളത്തിലും ഉണ്ട് എന്നുള്ളത് നമ്മൾക്ക് സ്വാഭാവികമായിട്ട് വിശ്വസിക്കേണ്ടി വരും. ലോകത്തിൽ എവിടെയെല്ലാം ഏതെല്ലാം തരത്തിലുള്ള ഭീകരവാദ പ്രവർത്തനം നടക്കുന്നുണ്ടോ അതിൽ ഒരു പങ്കാളിത്തം കേരളത്തിലും ഉണ്ട് എന്നുള്ളത് തർക്കമില്ല. ഫ്രാൻസിൽ പോലും ഭീകരാക്രമണം നടത്തിയത്, അതോടൊപ്പം തന്നെ അഫ്ഗാനിസ്ഥാനിൽ ഒരു ഗുരുഗ്രാമിൽ പോലും ഒരു ഭീകരാക്രമണം നടത്തിയ മലയാളി ഉണ്ട്. അതോടൊപ്പം തന്നെ കേരളത്തിൽ നിന്ന് എത്രത്തോളം ISIS ഭീകരവാദികളെ പിടിച്ചിട്ടുണ്ട്. സിറിയയിലേക്കും യമനിലേക്കും ഹിന്ദു ക്രിസ്ത്യൻ പെൺകുട്ടികളെ മതം മാറ്റി നിരവധി പെൺകുട്ടികളെ കൊണ്ടുപോയി. ഇതൊക്കെ നമ്മൾക്ക് കൃത്യമായിട്ട് അറിയാവുന്നതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇതുപോലെയുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ജാസ്മിൻ ഷാ എന്ന് പറയുന്ന വ്യക്തി ഇതുപോലെ ഒരു ഹിന്ദു ക്രിസ്ത്യൻ ഹോസ്പിറ്റലുകൾ തകർക്കുന്നതിനായിട്ട്, അല്ലെങ്കിൽ ആ ഒരു മാനേജ്മെന്റുകളുടെ സംവിധാനം തകർക്കുന്നതിനായിട്ട് വലിയ രീതിയിൽ പ്രയത്നിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് എന്നുള്ളത് കേരളത്തിലെ തന്നെ, അല്ലെങ്കിൽ രാജ്യത്തെ തന്നെ ഏറ്റവും മുതിർന്ന മാധ്യമ പ്രവർത്തകർ ഇങ്ങനെ പറയുന്ന സമയത്ത് അതിലൊരു അന്വേഷണം വേണം എന്നുള്ള രീതിയിലേക്കാണ് സ്വാഭാവികമായിട്ട് നമ്മളെല്ലാവരും ചിന്തിക്കേണ്ടതും അങ്ങനെ തന്നെ ആയിരിക്കണം നമ്മൾ പറയേണ്ടതും. പക്ഷേ ഈ സാജിൻ സ്കറിയ പറയുന്നത് ഇദ്ദേഹത്തിന് ഇങ്ങനെയുള്ള ഒരു സംവിധാനങ്ങളുമായിട്ട് ബന്ധമൊന്നുമില്ല, അദ്ദേഹം വളരെ പച്ചയായിട്ടുള്ള മനുഷ്യനാണ്. കൂടാതെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറയുന്നത് ഇവിടുത്തെ മാലാഖമാർക്ക് അല്ലെങ്കിൽ നഴ്സുമാർക്ക് അവരുടെ കണ്ണീരൊപ്പാൻ വേണ്ടി ജനിച്ച വ്യക്തിയാണെന്നുള്ള രീതിയിലേക്കാണ് പറയുന്നത്. അപ്പോൾ ഇതിന് ശേഷം കൂടി നമ്മൾ ഈ ഗൂഗിളിൽ അടിച്ചു നോക്കുന്ന സമയത്ത് മറ്റൊരു ആരോപണം കൂടി ഈ പറയുന്ന ജാസ്മിൻ ഷായ്ക്കെതിരെ കഴിഞ്ഞ മെയ് മാസത്തിൽ 2024 മെയ് മാസത്തിൽ വന്നിട്ടുണ്ട്. മലപ്പുറം ജില്ലയിൽ ഏകദേശം 30 കോടി രൂപയുടെ സ്വത്തുവകകൾ കുടുംബക്കാരുടെ പേരിലും അതോടൊപ്പം തന്നെ ജാസ്മിൻ ഷായുടെ പേരിലൊക്കെ വാങ്ങിച്ചു കൂട്ടിയിട്ടുണ്ട് എന്നുള്ള രീതിയിലേക്കുള്ള ഒരു കാര്യങ്ങൾ വന്നിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിൽ കേസും അല്ലെങ്കിൽ അന്വേഷണങ്ങളൊക്കെ നടക്കുന്നുണ്ട് എന്നുള്ള വിഷയം കൂടി നമ്മൾക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെ ഒരു വ്യക്തിയെ ഒരു പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ വന്നുകൊണ്ട്, അല്ലെങ്കിൽ ഇതുപോലെ തനിക്ക് ആളായിട്ട് ബന്ധമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഒരു പ്രശ്നങ്ങളോ ഇങ്ങനെ ഒരു ബന്ധങ്ങളോ ഒന്നും ഈ പറയുന്ന വ്യക്തിക്കില്ല എന്ന് കണ്ണടച്ചുകൊണ്ട് ഇങ്ങനെ പറയാനായിട്ട് വർഷങ്ങളായിട്ട് ഒരു മാധ്യമ സ്ഥാപനത്തിൽ പ്രവർത്തിക്കുന്ന ഈ സാജിൻ സ്കറിയെ പോലുള്ള ആളുകൾക്ക് എങ്ങനെ സാധിക്കുന്നു എന്നാണ് നമ്മൾക്ക് തോന്നുന്നത്. കാരണം അത് വളരെ വലിയ നമ്മളെ സംബന്ധിച്ചൊരു നെഗറ്റീവായിട്ടുള്ള ഒരു മെസ്സേജ് പൊതുസമൂഹത്തിൽ ലഭിക്കുന്ന രീതിയിലുള്ള സംഭവം തന്നെയാണ്. കൂടാതെ നമ്മൾക്കറിയാം ഈ നിലമ്പൂരിൽ MLA ആയിട്ടുള്ള PV അൻവറുമായി ബന്ധപ്പെട്ടുണ്ട് അദ്ദേഹത്തിന് ഒരുപാട് വിഷയങ്ങൾ. അപ്പോൾ PV അൻവറിനെതിരെ ഏതെല്ലാം തരത്തിലുള്ള ആരോപണങ്ങളാണ് ഉന്നയിച്ചത്, ഏതെല്ലാം തരത്തിൽ ഈ പറയുന്ന ഇതേ ജാസ്മിൻ ഷായ്ക്കെതിരെ പോലെയുള്ള ആരോപണങ്ങളൊക്കെ അതിനോട് കൂട്ടിച്ചേർക്കുന്ന തരത്തിലുള്ള ആരോപണങ്ങളൊക്കെ ഈ പറയുന്ന സാജിൻ സ്കറിയ ഉന്നയിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് രാജ്യത്തെ തന്നെ ഏറ്റവും വലിയ രീതിയിൽ തന്നെ നമ്മളൊക്കെ വർഷങ്ങളായിട്ട് തന്നെ ഈ മാത്യു സാമുവൽ സാറിനെ അദ്ദേഹത്തിന്റെ പല വാർത്തകളും പല സംവിധാനങ്ങളും കണ്ടു മനസ്സിലാക്കിയിട്ടുള്ളതാണ്. ഒരുപാട് കോളിളക്കങ്ങൾ സൃഷ്ടിക്കുന്ന അഴിമതി കേസുകളും പ്രശ്നങ്ങളും നമ്മുടെ രാജ്യത്ത് തെളിയിച്ചിട്ടുള്ളതാണ്. വെറുതെ ആരോപണം ഉന്നയിക്കുക മാത്രമല്ല, അത് കോടതിയുടെ മുന്നിൽ തെളിയിച്ചിട്ടുള്ള ഒരു മാധ്യമ പ്രവർത്തനം കൂടിയാണ്. ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ഇന്ത്യയിൽ തന്നെ ദളിത് നേതാവ്, ആന്ധ്രയിൽ നിന്നുള്ള ദളിത് നേതാവ് എന്നുള്ള രീതിയിൽ BJP ഉയർത്തിക്കൊണ്ടുവന്ന ബംഗാരു ലക്ഷ്മണൻ, വാജ്പേയി സർക്കാർ ഇരിക്കുന്ന സമയത്ത് അദ്ദേഹം BJPയുടെ ദേശീയ അധ്യക്ഷനാണ്. അദ്ദേഹം പോലും അഴിമതി നടത്തുന്നതിന്റെ വീഡിയോ ക്ലിപ്പ് എടുത്ത് വലിയ രീതിയിൽ വിവാദം ഉണ്ടാക്കിയ ഒരു വിഷയമാണ്. അതിൽ അദ്ദേഹത്തിന് കോടതിയിൽ നിന്ന് ശിക്ഷ വരെ ലഭിച്ചൊരു സംഭവമുണ്ട്. അപ്പോൾ ഇതുപോലെ രാജ്യത്തെ ജനങ്ങൾ ഉറ്റുനോക്കുന്ന അല്ലെങ്കിൽ വലിയ രീതിയിൽ പ്രാധാന്യം നൽകുന്ന ഒരു ജേർണലിസ്റ്റ് ഇതുപോലൊരു വിഷയം പറയുന്ന സമയത്ത് അതിനെ ഹനിച്ചുകൊണ്ട് 1 ലക്ഷം രൂപ തരാം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരാം അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഇതുപോലുള്ള വീഡിയോകൾ ചെയ്യുന്ന സമയത്ത് അത് നമ്മളെപ്പോലുള്ള ആളുകൾക്ക് അത് ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല. ചില വീഡിയോകൾ ചെയ്യുമ്പോൾ വലിയ രീതിയിൽ ഇതുപോലെയുള്ള സംഭവങ്ങൾക്കെതിരെ എന്ന് സംസാരിക്കുന്നു. ഇതുപോലെ മാത്യു സാമുവൽ സാറിനെ പോലെ ഒരാൾ ഈ പറയുന്ന സാജിൻ സ്കറിയോട് ബന്ധമുണ്ട് എന്ന് പറയുന്ന ആൾക്കെതിരെ ഒരു വീഡിയോ ചെയ്യുമ്പോൾ അതൊന്നും അങ്ങനെയുള്ള സംഭവമേ അല്ല എന്നുള്ള രീതിയിലേക്ക് പറഞ്ഞു പോകുന്നത് വളരെ നിരാശാജനകമായിട്ടുള്ളൊരു കാര്യമാണെന്ന് മാത്രം ഈ ഒരു സമയത്ത് പറയാനുള്ളൂ. എങ്ങനെയാണെങ്കിലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പല വിഷയങ്ങളും വരും ദിവസങ്ങളിൽ നമ്മൾക്ക് കാണാൻ സാധിക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. നന്ദി, നമസ്കാരം, വന്ദേ മാതരം.